നമുക്ക് പറയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരഹസ്യമായ വിഷ്ണുമായ സ്വാമിയുടെ കാവൽ യന്ത്രത്തെയും മന്ത്രത്തെയുമാണ് ഈ ചാനലിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓം ഹ്രീം വിഷ്ണുമായേ നമ. അപ്പോൾ എന്താണ് കാവൽ? നമുക്ക് വരുന്ന ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും അതുപോലെ ശത്രുക്കളെ കൊണ്ട് ഉള്ള ശല്യം, കടബാധ്യത, അതുപോലെ ഏത് കാര്യവും ഏത് തടസ്സത്തെയും എതിർത്ത് നമ്മെ രക്ഷിക്കുന്ന കവചമാണ് കാവൽ യന്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, വിഷ്ണുമായ സ്വാമിയെ നാം ഭക്തിയോടെ വിളിച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരനെ പോലെ എപ്പോഴും ഏതാവശ്യത്തിനും കൂടെ നിൽക്കുന്ന ദേവനാണ് വിഷ്ണുമായ സ്വാമി. ദുഷ്ടചിന്തകളില്ലാതെ ഭഗവാനെ സേവിച്ചാൽ ഫലം ഉറപ്പാണ്. കുട്ടിച്ചാത്തൻ ദേവനോട് ഭക്തിയും ഭയവും ഒരുമിച്ചുള്ള ഭാവത്തോടെ വേണം ഭഗവാനെ ഭജിക്കേണ്ടത്. കളിയാക്കലോ അശുദ്ധ ഭാവമോ തീർച്ചയായും ഒഴിവാക്കുക. അപ്പോൾ വിഷ്ണുമായ സ്വാമിയെ സാധാരണ വീട്ടിൽ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പൂജയ്ക്ക് മുൻപുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെയാണ്. ശുദ്ധമായ ഭാവത്തോടെ ഉപവാസം പാലിക്കുക. 2, കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിക്കുക. 3, വീട്ടിലോ പൂജാമുറിയിലോ അല്ലെങ്കിൽ തനിയായി ഒരു മുറിയിൽ ഒരു കുഞ്ഞു പീഠം, ആ പീഠത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ ചിത്രമോ വിഗ്രഹമോ സ്ഥാപിക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്തത്, പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ദീപം, ധൂപം, വെള്ളം, ചന്ദനം, കുങ്കുമം, പൂക്കൾ. അടുത്ത് നിവേദ്യം. ഇതൊക്കെ അത്യാവശ്യമാണ്. അടുത്തത്, പൂജാക്രമം എങ്ങനെയാണ് എന്ന് നോക്കാം. ധ്യാന ശ്ലോകം ചൊല്ലി ഭഗവാനെ മനസ്സിൽ വിളിച്ച് ആവാഹിച്ച് ചേർക്കുക. അതുപോലെ പരിസരങ്ങൾ ശുദ്ധമായിരിക്കണം. എപ്പോഴും പരിസരങ്ങൾ ശുദ്ധമായിരിക്കണം. ഭഗവാൻ വിഷ്ണുമായയുടെ മന്ത്രം ചൊല്ലുക. മന്ത്രം ഇതാണ്: ഓം ക്ലീം വിഷ്ണുമായേ നമ. ഈ മന്ത്രം 108 തവണ ചൊല്ലുക. അടുത്തത്, ജലസമർപ്പണം ചെയ്യുക എന്നതാണ്. അടുത്ത് ചന്ദനം, കുങ്കുമം, പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തത്, ദീപാരാധന. ഭഗവാന് ദീപാരാധന ചെയ്യുക. ശേഷം ധൂപം, സുഗന്ധമുള്ള ധൂപം കാട്ടി ഭഗവാന് നിവേദ്യം സമർപ്പിക്കുക. നിവേദ്യം എന്ന് പറയുമ്പോൾ പായസം, പഴം എന്നിവ നേദിക്കാം. ശേഷം മന്ത്രജപമാണ്. മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം ക്ലീം കുട്ടിച്ചാത്തൻ സ്വാമിനേ നമ. അല്ലെങ്കിൽ ഓം ഹ്രീം വിഷ്ണുമായേ നമ. ഈ മന്ത്രം 108 തവണ ജപിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആരതിയാണ്. കലശജലം ചുറ്റി ദീപാരാധന ചെയ്യുക. ശേഷം പ്രാർത്ഥനയും ക്ഷമാപണവുമാണ്. ഭഗവാനോട് വേണ്ടുന്ന കാര്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ശേഷം നാം ഇപ്പോൾ ചെയ്ത ഈ പൂജകളിൽ വന്ന പിഴവുകൾ ക്ഷമാപണം എന്ന് പറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിക്കുക. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ
ഭഗവാനോട് ക്ഷമ ചോദിക്കുക എന്നതാണ്. അപ്പോൾ പൂജകൾ ചെയ്യാൻ ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് ചൊവ്വയോ വെള്ളിയോ ഈ ദിവസങ്ങൾ ഉത്തമമാണ്. അപ്പോൾ ഇനി നമുക്ക് കാവൽ യന്ത്ര മന്ത്രം എന്താണെന്ന് നോക്കാം. കാവൽ മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം ഹം 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 ഹും 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 വിഷ്ണുമായേ കാവൽ കൺമണി കാക്കുവിൻ കാക്കുവിൻ സ്വാഹ. അപ്പോൾ ഈ മന്ത്രം ദിവസവും 11 തവണയോ 20 തവണയോ ജപിക്കുക. നിത്യവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ മഹാദേവനെ ഗുരുവായി മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ. അപ്പോൾ കാവൽ യന്ത്രം ഇതാണ്. എങ്ങനെയാണ് യന്ത്രം വരയ്ക്കേണ്ടത് എന്ന് നോക്കി വരയ്ക്കുക. എല്ലാവർക്കും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഫലപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.